ഇവിടെ അങ്ങനെ വായനശാലയുടെ പിന്നിൽ പഴയ യുവതാരയുടെ സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഓർത്തുപോയി. 1983 മെയ് മാസം 3-ാം തീയതി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 22 വയസ്സ് പ്രായം. JTSLC കഴിഞ്ഞു. കാര്യമായ തൊഴിൽ സംരംഭങ്ങളൊന്നും ആയില്ല. ചെറുപ്പത്തിലുള്ള പൊതുപ്രവർത്തനത്തിനുള്ള ഒരു താല്പര്യം, പിന്നെ വായനശാലയിൽ വന്നുണ്ടായ ചില പ്രചോദനം, പുന്നയിലൊരു യുവജന സംഘടന രൂപീകരിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. അങ്ങനെയാണ് അന്നത്തെ ജനേട്ടൻ RM സംസുക്ക, ഇപ്പോൾ കൗൺസിലർ ഉമ്മറിൻ്റെ ജ്യേഷ്ഠൻ സംസുക്ക, സുലൈമുക്ക, B ഗോപിയേട്ടൻ, പിന്നെ PM കാലിദക്ക, പിന്നെ അന്നത്തെ എൻ്റെ സമപ്രായക്കാരായ അതിനട്ടുപരി കിഷോർ ഇവരൊക്കെ ആയിട്ട് ആലോചിച്ചു നമ്മൾ രാഷ്ട്രീയത്തിനും പിന്നെ മറ്റ് ചിന്തഗതികൾക്കും അതീതമായിട്ട് പുന്നയിലൊരു ക്ലബ്ബ് രൂപീകരിക്കണമെന്ന്. അങ്ങനെയാണ് 83 മെയ് 3-ാം തീയതി സുലൈമുക്ക പ്രസിഡൻറ്റും ഞാനും കിഷോറും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ ആയിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം ആസ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലൈബ്രറിയുടെ ഉമ്മറായിരുന്നു അതിൻ്റെ ആദ്യ പ്രവർത്തന കേന്ദ്രം. അങ്ങനെയാണ് പിന്നീട് ലൈബ്രറി കെട്ടിടമാണെങ്കിലും ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ കുന്നുതുള്ളി അച്യുതനാരായിരുന്നു. അദ്ദേഹം ഇത്തരം കാര്യങ്ങളോട് ഭയങ്കരമായിട്ട് പ്രോത്സാഹിക്കുന്ന ഒരാളായതുകൊണ്ട് പുള്ളിയുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് ഇതിൻ്റെ പിന്നിൽ ഓല കൊണ്ട് ഷെഡ് മറിച്ച് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് യുഗം, ഒരു 10 കൊല്ലക്കാലം എന്ന് പറയുമ്പോൾ, ഒരു 22 വയസ്സ് മുതൽ ഉള്ളൊരു 10 കൊല്ലക്കാലം എന്ന് പറയുമ്പോൾ ഒരു ആയുസ്സിൻ്റെ നല്ല കരുത്തുള്ളൊരു ആയുസ്സിൻ്റെ ഒരു ഭാഗമാണത്. ഭയങ്കര രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിലും യുവതാരരുടെ ഒരു രാഷ്ട്രീയമല്ലാതെ പുന്നയിലൊരു നല്ല സാംസ്കാരിക പ്രവർത്തനം നടത്താൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് മീറ്റിങ്ങുകൾ, ഒരുപാട് ചർച്ചകൾ, ഒരുപാട് തർക്കങ്ങൾ, ഒരുപാട് തമാശകൾ ഒക്കെ ആസ്വദിച്ചൊരു മണ്ണിലാണ് തിരിച്ച് 40 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഇങ്ങനെ 30 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിരിക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഇങ്ങനെ ഇത്രയും പറഞ്ഞു പോയത്. അപ്പോഴാണ് നമ്മുടെ പ്രസിഡൻറ്റ് കയറി വരികയാണ്. പ്രസിഡൻറ്റ് നമ്മളായിട്ട് ഞാനപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു മനോഗതം നമ്മളായിട്ട് ഇങ്ങനെ പങ്കുവെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിച്ച് പോയതാണ് അത് ഇത്രയും നേരം പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിലെ അനുഭവങ്ങൾ, ഇത് നല്ലൊരു മാതൃകാപരമായ ഒരു യുവജന സംഘടനയുടെ പ്രവർത്തനമാണ് ഇവിടെ നടന്നിരുന്നു അന്നൊക്കെ എല്ലാ രീതിയിലും. ഇതിൻ്റെ ഉള്ളിൽ ബീഡി വലിക്കാൻ പാടില്ല, മറ്റേ അനാവശ്യമായ സംസാരങ്ങൾ പാടില്ല, വളരെ സദാചാര നിഷ്ഠകൾ പുലർത്തിയിട്ടാണ് അന്നത്തെ യുവജന സംഘടന എന്നുള്ള യുവതാര പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ ചിന്തിച്ചു പോയി. ഇനിയിപ്പോൾ ബഷീർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബഷീറിൻ്റെ യുവതാര അനുഭവം വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ പങ്കുവയ്ക്കും. ബഷീറേ, ആരുമില്ല ഇതിൽ, ഇതോ ഒരു വീഡിയോ ആണ്. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, യുവതാര രൂപീകരിക്കേണ്ടായ കാര്യങ്ങളും, പക്ഷേ എനിക്ക് എല്ലാ കാര്യം ആദ്യത്തിലുണ്ടായിരുന്ന മറ്റ് ഇതുകളൊന്നും ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞേ, നേരെ പിടിച്ചോ. ഹലോ, നമസ്കാരം. യുവധാര എന്ന് പറയുമ്പോൾ നമ്മളെ രക്തത്തിനോട് ചേർന്നിട്ടുള്ള നമ്മളെ
എന്തെന്നാ പറയുക, ഒരു ഭയങ്കരമായൊരു കണക്ഷനാണ് യുവധാര. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അനുഭവങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ ഒരു 40 വർഷം മുന്നുള്ള അനുഭവങ്ങളാണ് അതിൻ്റെ തുടക്കം. പലതരം അനുഭവങ്ങളും അത് 40 വർഷം എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ തന്നെ നിൽക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്നും മറക്കാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചികഞ്ഞെടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ യുവധാര ഇപ്പോൾ അത് ഇപ്പോൾ എന്താ വെച്ചാൽ അന്നത്തെ കാര്യങ്ങളല്ല ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മന്ദഗതിയിലും ഫാസ്റ്റായിട്ടൊക്കെ നീങ്ങി ഈ ഗതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത്രയും നല്ലൊരു നമ്മളുടെ ഗായകൻ, സുപ്രസിദ്ധ ഗായകനാണ്, അറിയായിരിക്കും എല്ലാവരും. ഓക്കെ, അപ്പോൾ പിന്നീട് ഷെയർ ചെയ്യാൻ എല്ലാ ഓർമ്മകളും എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇരുന്ന് പോയിന്ന് അല്ല, ഇന്നലെ ഇവിടെ വെച്ചിട്ട് ഇരിക്കണമെന്ന് തോന്നിയാണ്. പക്ഷേ പറ്റിയില്ല, കുറച്ചുകൂടി ഇവിടെ ക്ലീൻ ചെയ്യേണ്ട. ഇന്നിപ്പോൾ ഒരുവിധമൊക്കെ ക്ലീനാക്കി. ഇന്നിപ്പോൾ അത്യാവശ്യം ഇനി നിലം മാത്രം ഒന്ന് ശരിക്കണം. അപ്പോൾ ഒരു 2 വരികൾ ഇതാ വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി. നമ്മളുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല ഒരു പാട്ട്, പഴയ ഒരു പാട്ട്. വേണം അല്ലാണ്ട് പിടിച്ച് പാടുമ്പോൾ ശരിയാവില്ല, ഒരാൾ അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടില്ല, എന്താ സിംഗ് കിട്ടില്ല. കാണുന്നില്ലേ? നാളെ കാണാമല്ലോ. ആ ഓക്കെ ഓക്കെ. ആ എന്നാ കാണുമല്ലോ. ഇതാണ് സെൽഫിയാണ്. അതെല്ലേ? ആ നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമാ ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമൻ തിരിമാറിൽ പടരുമല്ലോ. നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലൻ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമൻ തിരിമാറിൽ പടരുമല്ലോ. പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ, പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ, ശൃംഗാരമധു തൂകും നിന്ദാഹപാനപാത്രം എന്നുമെന്നതരത്തോടടുക്കുമല്ലോ. നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലൻ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമൻ തിരിമാറിൽ പടരുമല്ലോ. ഇന്ദുവദനെ നിന്റെ നീരാട്ടുപടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, ഇന്ദുവദനെ നിന്റെ നീരാട്ടുപടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ, നിൻരാഗമു ഗാരമോ നിന്ദാഹപാനപാത്രം എന്നുമെന്നതരത്തോടടുക്കുമല്ലോ. നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമാ ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമൻ തിരിമാറി പടരുമല്ലോ. അപ്പോൾ ഈ പാട്ട് പാടിയത് യാദൃശികമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ലോഹിതാക്ഷനാണ്. പൊന്നേലുള്ള ഒരുവിധം എല്ലാവർക്കും സുപരിചിതനാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ 1980 മുതലുള്ള കാലത്ത് ഉള്ള സുഹൃത്താണ്. ബഷീർ നിങ്ങൾ ഒരുമിച്ച് ശ്രീകൃഷ്ണമളയിലുണ്ടോ? ബഷീർ അല്ല, താര ഉണ്ടോ? നിങ്ങൾ ഒരുമിച്ച് ശ്രീകൃഷ്ണമളയിലുണ്ടോ? ആ പീരീഡിലുണ്ട് മുമ്പിലും.
പുള്ളി 80-81 കോളേജ് കഴിഞ്ഞിട്ടുണ്ട്. 80-81. അപ്പോൾ ഓക്കെ ഇനി ഇവരൊക്കെ വന്നിട്ടുണ്ട്.